അവർ 3 പേരും കൂടെ മന്ത്രവാദികളുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അനിയൻ ഇവിടെ പെര വെക്കാൻ പോകും, അവൻ പെര വെച്ചാൽ ഞങ്ങളെ എല്ലാം പെന്തക്കോസിലാക്കും, അതുകൊണ്ട് പെര അവിടെ പണിയേറും. മന്ത്രവാദി പറഞ്ഞു, അതിനെന്നെ ഞാൻ ഏറ്റു. നമ്മുടെ നേരെ വരുന്ന പൈശാചിക ശക്തിയെ, മന്ത്രവാദത്തിന്റെ ശക്തിയെ കണ്ടുകൊണ്ട് അയ്യോ എനിക്ക് പേടിയാന്നല്ലേ പറയണേ. നീ പിശാചിനെ ഭയപ്പെട്ടാ കയറിയിരിക്കുന്നേ, പക്ഷെ പിശാച് നിന്നെ ഭയപ്പെടാൻ പോകുക. റെയ്നാഡ് ബോംഗെ വന്നാലും നടക്കാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി മാറ്റിയിടും. നമ്മുടെ വിചാരം നമ്മൾ പിശാചിനെ പേടിച്ച് നടക്കുന്നത്. നമ്മൾ പിശാചിനെ പേടിച്ച് അയ്യോ പിശാചോ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ, ശാസ്ത്രിയാൽ മതി ഇതൊക്കെ പറയുമ്പം പിശാച് അവരുടെ കമ്മിറ്റി കൂടുന്ന സമയമുണ്ട്. നമുക്കറിയത്തില്ല, പക്ഷെ അവർക്കറിയാം. അവർ കൂടുന്ന സമയത്ത്, ഞാൻ എൻ്റെ വിശ്വാസമാണ് പറയുന്നത്, അത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. അവരവിടെ കമ്മിറ്റി കൂടുന്ന സമയത്ത് നമുക്ക് ഈ പേടി എന്നാന്നറിയും, മന്ത്രവാദം, ആഭിചാരം, ഇതൊക്കെയാണ് നമ്മുടെ പേടി. ബന്ധനമാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഒണ്ടേലും അത് നിനക്ക് കഴിക്കാനുള്ള അധികാരമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു സഹോദരൻ ദീർഘവർഷങ്ങൾ പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് സുശേഷ വേല ചെയ്തതാണ്. നാട്ടിൽ വന്ന് ഹിന്ദുക്കളുടെ നടുവിൽ നിന്ന് വിശ്വാസി വന്നതാണ്. ചേട്ടന്മാരെല്ലാം ഹിന്ദുക്കളാണ്. പുള്ളി വന്നൊരു വീട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ചേട്ടന്മാരോട് പറഞ്ഞു, ഇങ്ങനൊരു വീട് വെക്കാൻ പോവാ. ചേട്ടന്മാർ പറഞ്ഞു ശരി. അവർ 3 പേരും കൂടെ മന്ത്രവാദികളുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അനിയൻ ഇവിടെ പെര വെക്കാൻ പോകും, അവൻ പെര വെച്ചാൽ ഞങ്ങളെ എല്ലാം പെന്തക്കോസിലാക്കും, അതുകൊണ്ട് പെര അവിടെ പണിയേറും. മന്ത്രവാദി പറഞ്ഞു, അതിനെന്നെ ഞാൻ ഏറ്റു. അങ്ങനല്ലേ പറയാൻ ഒക്കുള്ളൂ. ഞാൻ ഏറ്റില്ലെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പണി പോയല്ലേ. പുള്ളി അതെല്ലാം ചെയ്ത് ഏറ്റടിച്ച് പോന്നു. വന്നു കഴിഞ്ഞ് ദൈവദാസൻ പ്രാർത്ഥിച്ച് പെര അങ്ങ് പണിതു. പെരപണി നടക്കുമോ? വിശ്വസിച്ചാൽ നടക്കും. വിശ്വസിച്ചാൽ ചിലത് നടക്കാൻ പോവാ. വിശ്വസിച്ചാൽ ചിലത് ജീവിതത്തിൽ നടക്കാൻ പോവാ. വിശ്വാസമുണ്ടോ? ചിലത് നടക്കാൻ പോകുക. മനുഷ്യൻ നിന്നോട് നടക്കത്തില്ലെന്നാ പറഞ്ഞേ, പക്ഷേ ദൈവം പറയുന്നു നിന്റെ ജീവിതത്തിൽ ചിലത് നടക്കാൻ പോകുക. ഹല്ലേലൂയ. പെരപണിയെല്ലാം കഴിഞ്ഞ് കയറി താമസവും നടത്തി. ചേട്ടന്മാരി എന്ന് വെച്ച് മന്ത്രവാദിയോട് ചോദിച്ചു, ഞങ്ങൾ കാശ് തന്നല്ലേ പിന്നെ എങ്ങനെയാ പെരപണത്? മന്ത്രവാദി പറഞ്ഞ കേൾക്കണോ? മന്ത്രവാദി എന്ന് പറയുമ്പോൾ പേടിയുള്ളവരൊന്ന് കൈപോക്കിക്കേ. ആർക്കും പേടിയില്ല. മന്ത്രവാദി പറഞ്ഞു, 4 വസ്തുവും ഞാൻ അടച്ചു, പക്ഷെ മേളിൽ നിന്ന് അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മനസ്സിലായിട്ടാണോ സ്വത്രം പറഞ്ഞേ? ആരെയാ പേടിക്കുന്നേ? ആരെയാ പേടിക്കുന്നേ? കാർത്തികയെയും മകയിരത്തെയും ഒക്കെ സൃഷ്ടിച്ച ദൈവം. ഓ ശമനാധര ജഗൽ കൗഡബ. ഹല്ലേലൂയ. നീ ഉണ്ടാക്കിയ നക്ഷത്രങ്ങളെ എന്ന് പറയുമ്പോൾ തമ്പുരാൻ ഉണ്ടാക്കിയ നക്ഷത്രമല്ലേ ഇത്? അത് നിന്നെ സ്വാധീനിക്കല, നീ അവയെ സ്വാധീനിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ നേരെ വരുന്ന പൈശാചിക ശക്തിയെ, മന്ത്രവാദത്തിന്റെ ശക്തിയെ കണ്ടുകൊണ്ട് അയ്യോ എനിക്ക് പേടിയാന്നല്ലേ പറയണേ. യേശുവിന്റെ നാമത്തിൽ വിട്ടുപാമരം അവരോടും. അതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നീ ഒന്ന് നേരെ നിൽക്കാമോ? പിശാച പഞ്ചായത്തിൽ വരികയില്ല. നീ നിൽക്കുന്നിടത്ത് പിശാച അടുക്കുകയില്ല. കാരണം നിന്റെ അകത്തുള്ള അഭിഷേകം അത്ര വലുതല്ലേ. ഹല്ലേലൂയ. ഈ പറയുന്ന അന്യഭാഷയുടെ ഒക്കെ ശക്തി എന്നാന്ന് ഓർത്താ ഭയങ്കര പവറല്ലേ. ഹല്ലേലൂയ. ഈ ചില ആയുർവേദ വൈദ്യശാലയിൽ ചെന്നാൽ പറയും 101 ആവർത്തിച്ച എണ്ണയാ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തുള്ളി എണ്ണ അങ്ങ് തൊട്ടാൽ വേദന ടപ്പം നിൽക്കുമെന്നാണ് അവർ പറയണേ. നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പം ആവർത്തിച്ചു? നമ്മൾ അന്യഭാഷ ആവർത്തിക്കാന്ന് പറഞ്ഞിട്ട് നാളെ എത്രയായി? ഓരോ പ്രാവശ്യവും നീ ആവർത്തിക്കുമ്പോൾ അതിന് പവർ കൂടുക. നീ പറയുന്ന വാക്കിനകത്ത് അസാധാരണ ദൈവകൃപ വ്യാപരിക്കുക. നീ ചിലതിനെ ചൂണ്ടി പറഞ്ഞാൽ അവിടെ നിൽക്കും. യെസ്. ഓ ശമരമരബസന്തര. ചിലതിനോട് കൽപ്പിക്കാൻ ദൈവം നിന്റെ നാവിന്റെ മേൽ ശക്തി പകരുകയാണ്. അത്ര പവർഫുള്ളായി പറയുന്ന ഭാഷ. ഇത് വല്ലവരും എഴുതി കൊടുത്താൽ പറയാൻ പറ്റുമോ? കേട്ട് പറയാൻ പറ്റുമോ? ഇല്ലെന്നേ. പ്രാർത്ഥനാ മുറിക്കകത്തിരുന്നു കൊണ്ട് നീ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ പിശാചിന് അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ വട്ടം കറങ്ങുക. പിശാച് കിടന്ന് വട്ടം കറങ്ങുക, അതിൻ്റെ അർത്ഥം പിടികിട്ടണില്ല. നിനക്ക് നിന്റെ തമ്പുരാനോട് പറയാനുള്ള ഭാഷ നിന്റെ നാവിൻ്റെ മേൽ തന്നെങ്കിൽ നീ അത് ഉരുവിട്ട് തുടങ്ങിക്കോ. ചിലത് കത്തി മാറുകയാ, ചിലത് ഉരുകി മാറുകയാ. യെസ്.
അതുകൊണ്ട് പവറിൽ പറയണം കാര്യങ്ങൾ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ പിശാചിന് കേൾക്കണം. അത് പൂച്ച പറയുന്ന പോലെ ഒന്നും പറയരുത്. അഭിഷേകം പ്രാപിച്ചവൻ്റെ ശബ്ദത്തിന് പോലും മാറ്റമുണ്ട്. അവൻ പറയുന്നൊരു സ്തോത്രത്തിനകത്ത് ദൈവശക്തിയുണ്ട്. അവനൊരു സ്തോത്രം പറഞ്ഞ് അതിനകത്ത് ചിലത് ഇടിഞ്ഞു വീഴും. ഞാൻ ഈ കൂടെ വായിക്കുമ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഈ പത്രോസിനെ കണ്ടുവച്ച് ബാല്യക്കാരി പറഞ്ഞു, നീ അവൻ്റെ കൂടെ ഉള്ളതല്ലേ? അല്ലെന്നൊക്കെ പറയുന്നതിനിടയ്ക്ക് 2 സ്തോത്രം അറിയാതെ പറഞ്ഞു കാണും. സ്വത്രം ഞാൻ അവനെ അറിയത്തില്ല, സ്വത്രം ഞാൻ അവനെ നമുക്ക് ഈ സ്വത്രം പറയാതിരിക്കാൻ പറ്റുമോ? വണ്ടി ബ്രേക്ക് ഇട്ടാലും നമ്മൾ സ്വത്രമാണ് പറയുന്നത്. അപ്പം പിന്നെ പത്രോസ് സ്വത്രം പറഞ്ഞേ ചല്ലേ കാര്യം പറഞ്ഞേ. അപ്പോഴാ ബാല്യക്കാരി പറഞ്ഞേ, പിന്നെ നിൻ്റെ ഭാഷ കേട്ടാൽ അറിയാമല്ലോ നീ അവൻ്റെ കൂടാന്ന്. നമ്മുടെ ഭാഷ കേട്ടാൽ വല്ലവർക്കും അറിയാവോ? നമ്മൾ വീട്ടിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് മുമ്പേ ഉള്ള നമ്മുടെ ഭാഷയും ഇപ്പോഴത്തെ ഭാഷയും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോ? അതോ പിള്ളേരെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ നീ നന്നാവിയലട എന്ന് പറയുന്ന ഭാഷയാണോ ഇപ്പോഴും ഉള്ളേ? ആണെങ്കിൽ ഈ പ്രാർത്ഥനയിൽ അത് മാറ്റണം. നീ പറയുന്നത് സംഭവിക്കുമെന്നറിയണം കേട്ടോ. നിൻ്റെ നാവിന് ഭയങ്കര പവറുള്ള സാധനമാണ്. എൻ്റെ വേദപുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ എന്നാ? നീ നാവ് കൊണ്ട് പറയുന്നത് ദൈവം സൃഷ്ടിക്കുമെന്ന്. അങ്ങനെയാണ് നിൻ്റെ നാവ് കൊണ്ട് നീ പറയുന്നത് മുഴുവൻ തമ്പുരാൻ ഈ പ്രാർത്ഥനയിൽ സൃഷ്ടിക്കാൻ പോകുക. ഹല്ലേലൂയ. ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ലിവർ മുഴുവൻ ക്യാൻസർ ബാധിച്ച് തകർന്നുപോയി. ഈ വേദപുസ്തകം പറയുന്നു, ഞാൻ നിൻ്റെ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ലിവർ ഉണ്ടായി വരട്ടെ. അത് പറയുമ്പോൾ ലിവർ സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. ഭൂമിയിൽ പറയാൻ വേണ്ടി ദൈവം നിന്നെ ആക്കിയിരിക്കുന്നതാ. ദൈവത്തിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ലെന്നേ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിന് ഏത് കാര്യവും സ്വർഗത്തിലിരുന്ന് കൽപ്പിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിന്റെ കൈകളിലൂടെ ചിലത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെത്ര ഇഷ്ടപ്പെട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞത്. അത് വേദപുസ്തകത്തിൽ അതിന് വചനമുണ്ടോ? ഉള്ള കാര്യമൊക്കെ അല്ലേ പറയുന്നത്. ചിലതൊക്കെ തമ്പുരാൻ ഇങ്ങനെ മാറ്റിയിട്ടേക്ക്. എന്തിനാണെന്നറിയാവോ? നീ അവിടെ ചെയ്യാനാ. റെയ്നാഡ് ബോംഗെ വന്നാലും നടക്കാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി മാറ്റിയിടും. എത്ര പേർക്ക് വിശ്വാസമുണ്ടത്? പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കാൻ പോവാ കേട്ടോ. അത് സംഭവിക്കാൻ പോകുക. ഈ പട്ടണത്തിൽ നിന്ദിച്ച ചിലരുടെ നടുവിൽ ദൈവം കരങ്ങളെ ഉപയോഗിക്കാൻ പോകുക. നിന്റെ കഴിവ് എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പരിഹസിച്ച് പറഞ്ഞ ചിലരുടെ മുൻപിൽ ദൈവം ഉപയോഗിക്കാൻ പോകുക. വിശ്വാസമുണ്ടോ അങ്ങനെ ഉപയോഗിക്കുമെന്ന്? എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വാസം ഞാൻ പറയാം. ഞാൻ പാർക്കുന്ന ദേശത്ത് എത്ര ഉന്നതന്മാർ വന്നാലും നടക്കാത്ത ചിലത് ബലഹീനമായ എൻ്റെ കൈകളിലൂടെ ചെയ്യുമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് നടക്കണം. എന്തിനാ? നമ്മൾ ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കുന്നവരാ. നമ്മളെപ്പോലെ ഒരാൾ ആ പട്ടണത്തിൽ ജീവിച്ചിരുന്നെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടണം. കൊട്ടാരക്കരയിൽ നീ ജീവിച്ചിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ താളുകൾ അറിയണമെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ആ ദൂതം ഏറ്റെടുക്കാവോ? ശമനാദികൾ ഖമനാരബ. യെസ് യെസ് യെസ്. ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ ഭയപ്പെടുന്ന ചിലർ ഇതിനകത്തുണ്ട്. യെസ്, ദൂതേറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് നടക്കും കേട്ടോ. നമ്മുടെ വിചാരം നമ്മൾ പിശാചിനെ പേടിച്ച് നടക്കുന്നത്. നമ്മൾ പിശാചിനെ പേടിച്ച് അയ്യോ പിശാചോ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ, ശാസ്ത്രിച്ചാൽ മതി ഇതൊക്കെ പറയുമ്പം പിശാച് അവരുടെ കമ്മിറ്റി കൂടുന്ന സമയമുണ്ട്. നമുക്കറിയത്തില്ല, പക്ഷെ അവർക്കറിയാം. അവർ കൂടുന്ന സമയത്ത്, ഞാൻ എൻ്റെ വിശ്വാസമാണ് പറയുന്നത്, അത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. അവരവിടെ കമ്മിറ്റി കൂടുന്ന സമയത്ത് കൊച്ചു പിശാചും വലിയ പിശാചും എല്ലാം കൂടെ പറയും, കൊട്ടാരക്കര പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബിന്നി അവിടെ ഉണ്ട്, ബാനൊക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പറയുമോ? വിശ്വാസം ഉണ്ടേ പറയും. എന്ന് പറഞ്ഞാൽ പിശാച് നിന്നെ ഭയപ്പെടുന്നത്. നീ പിശാചിനെ ഭയപ്പെട്ടാ കയറിയിരിക്കുന്നേ, പക്ഷെ പിശാച് നിന്നെ ഭയപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ഓ റിഖബര ബഷന്തര വീരബര ദിഗൽ ഖബര. യെസ് യെസ്. പാതാള ഗോപുരം
മണ്ഡലങ്ങൾ ആരെ നമ്മളെ ജയിക്കില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? നമ്മൾ അവരെ ജയിക്കുമെന്നല്ലേ? നമ്മൾ അവരെ ജയിക്കാൻ പോവാ. ഈ പട്ടണത്തിലുള്ള ചിലതിനെ അഭിഷിക്തന്മാർ ജയിക്കാൻ പോകുകയാ. ഈ പട്ടണത്തിൽ പേരുകേട്ട ചില ദുരാത്മ മണ്ഡലങ്ങളെ ജയിക്കാനുള്ള അഭിഷേകം നമുക്കുണ്ടാകണം.